അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ വന്ന് 13 വർഷങ്ങൾക്ക് മുമ്പ് മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ ഞാൻ പോയ ആ ഒരു പാത്തും എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെ മാസ്റ്റേഴ്സിന് ഇവിടെ യു എസിൽ വന്നു, അതായത് എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, ഞാൻ GRE ടോഫൽ എങ്ങനെ പാസ്സായി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യു എസിൽ വന്നിട്ട് ഏത് കോളേജ് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിൻ്റെ ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം, അതിൻ്റെ ജോബ് പ്രോസ്പെക്ട്സ്, ഫൈനാൻഷ്യൽ സ്റ്റഡി പ്ലാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാച്ചിലേഴ്സ്, അതായത് ബാച്ചിലേഴ്സ് ഞാൻ ചെയ്തത് BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ BTech പാസ്സായത്. അപ്പോൾ BTech പാസ്സായി എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്ക് ഒരുപാട് സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 19 സപ്ലി ഉണ്ടായിരുന്നു. ഈ സപ്ലിയൊക്കെ ഞാൻ പാസ്സാകുന്ന സമയത്ത് തന്നെ ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ കഷ്ടപ്പെട്ട് ക്ലിയർ ചെയ്തിട്ടാണ് എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഒരു ജോലി കിട്ടി. മഹാരാഷ്ട്രയിൽ ഒരു പവർ പ്ലാന്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ പവർ പ്ലാന്റിൽ പോയി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ നമ്മളെ കൊണ്ട് ഇത് നടക്കില്ല. മാത്രമല്ല അവിടുത്തെ ഒരു നമുക്കൊരു ലേണിംഗ് എൻവയൺമെൻ്റ് ഒന്നും അത്ര നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് കൾച്ചർ നന്നായിരുന്നില്ല. നമുക്ക് ഡെയിലി സൈറ്റിൽ പോകണം, ഹിന്ദിക്കാരന്മാരുടെ ചീത്ത കേൾക്കണം. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും തീരുമാനിച്ചു, നമ്മൾ 3 പേരായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു വി ക്യാൻ ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ്. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഒന്നുകിൽ നാട്ടിൽ തിരിച്ചു വന്നിട്ട് CAT എക്സാം എഴുതിയിട്ട് MBAക്ക് പോകാം, അല്ലെങ്കിൽ എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നു. അതിൽ ഞാൻ ചൂസ് ചെയ്തത് എബ്രോഡ് നോക്കാം എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഞാൻ ഈ സപ്ലി ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചില്ല. എൻ്റെ ഒരു കസിൻ ആ സമയത്ത് പുള്ളിക്കാരുടെ മാരേജ് കഴിഞ്ഞ് US പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത് GRE എഴുതണം, ടോഫൽ. അപ്പോൾ ആദ്യം അതിനുള്ള പണിയാണ് ഞാൻ നോക്കിയത്. ഞാൻ അന്ന് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല, കാരണം ഞാൻ ആക്ച്വലി CATന് പോകാൻ വേണ്ടി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് CATനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് GRE എഴുതി US ഒരു മാസ്റ്റേഴ്സിന് വരാനാണ് എനിക്ക് താല്പര്യം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു GRE ബാരൻസിന്റെ ഒരു GREയുടെ പ്രിപ്പറേഷൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു. ടോഫലും അതുപോലെ തന്നെ ബാരൻസിന്റെ ഒരു ടോഫലിന്റെ പ്രിപ്പറേറ്ററി ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചു. ഈ GREയിൽ മെയിൻ ആയിട്ടുള്ളത് ബേസിക്കലി 2 സെക്ഷൻസ് ആണ് ഉള്ളത്. വേർബലും ഉണ്ടേ ഉള്ളത് ഒരു മാത്തമാറ്റിക് അനലിറ്റിക്കൽ ആയിട്ടുള്ള മാത്സ് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഈ വേർബൽ എന്ന് പറയുന്നത് ബേസിക്കലി കുറേ ഇംഗ്ലീഷ് വൊക്കാബുലറി വേർഡ്സ് ഉണ്ട് അതിനകത്ത്. ഒരു GRE ലിസ്റ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിന്റെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേർബൽ കോംപ്രിഹെൻഷൻ, അതേപോലെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് വേർബലിൽ വരുന്നത്. എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അതിന്റെ സിലബസ് ലുക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ മാത്സ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് മാത്സ് എന്ന് പറയില്ല, അതേപോലെ ഭയങ്കര ഈസിയും അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10th സ്റ്റാൻഡേർഡ് ടു 11th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ് അതിനകത്ത് കൂടുതലുള്ളത്. ആൽജിബ്ര അങ്ങനത്തെ പല സെക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ സിലബസ് നോക്കാൻ മനസ്സിലാവും. അപ്പോൾ ഈ GREക്ക് എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 1340 ആണ്. അന്ന് GRE 1600 ടോട്ടൽ വരുന്നത്. ടോഫലിൽ എനിക്ക് കിട്ടിയ സ്കോർ 116 ഔട്ട് ഓഫ് 120 ആയിരുന്നു. ഇപ്പോൾ GREയുടെ ടോട്ടൽ വന്നിട്ട് 336 വരുന്നത്. അപ്പോൾ എൻ്റെ 1340 സ്കോർ കൺവേർട്ട് ചെയ്താൽ ഏകദേശം ഇപ്പോൾ ഒരു 316 എന്ന് പറയുന്ന ഒരു സ്കോറിൽ വരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ GRE ആൻഡ് ടോഫൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ കിട്ടും എന്ന് ഞാൻ അന്ന് ആലോചിച്ചു. പക്ഷേ അന്നത്തെ ഒരു തമാശ എന്ന് പറയുന്നത്, എൻ്റെ ഒരു അങ്കിൾ അമേരിക്കയിൽ കാൻസസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് അത് പുള്ളി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, അങ്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും, നമുക്ക് അങ്കിള് വഴി എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമായിരിക്കും, അതുകൊണ്ട് അവിടുത്തെ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നല്ലതാണെന്നൊരു ഫീഡ്ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് ഇപ്പം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല, ടെക്സസിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. അതുപോലെ ഓവറോൾ ഞാനൊരു 6 to 7 യൂണിവേഴ്സിറ്റീസിലാണ് അപ്ലൈ ചെയ്തത്. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഏകദേശം $100 to $150 റഫ്ലി ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഒരേ സമയം അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 6 to 7 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് സെലക്ഷൻ വന്നു. അതേപോലെ തന്നെ കുറച്ച് വേറൊരു ടെക്സസിലുള്ളൊരു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആർലിംഗ്ടൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിലൊരു $10,000 സ്കോളർഷിപ്പ് അവർ ഓഫർ ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്തത്. നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ
കാര്യം എന്ന് പറയുന്നത് കാൻസസ് എന്ന് പറയുന്നത് ഭയങ്കര നൊട്ടോറിയസ് ആണ്. ഇറ്റ്സ് എ മിഡിൽ ഓഫ് നോവെയർ. അതായത് ലിറ്ററലി കാൻസസിൽ ഒന്നുമില്ല എന്നുള്ളൊരു റണ്ണിങ് ജോക്ക് തന്നെയുണ്ട് അമേരിക്കയിൽ. അപ്പോൾ നടുക്ക് അതായത് ഒന്നുമില്ലാത്ത ഒരു അമേരിക്കയുടെ ഒത്ത നടുക്ക് ഒരു പ്ലെയിനായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കാൻസസ്. കുറേ കോൺഫീൽഡ്സ് നിങ്ങൾക്ക് കാണാം, വേറെ ഒന്നുമില്ല. കുറേ ദൂരം കോൺഫീൽഡ്സ്, പിന്നെ കുറച്ച് സിറ്റി, പിന്നെ കോൺഫീൽഡ്സ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ വന്ന് എത്തിപ്പെട്ടത്. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2011 ഫാൾ ഇൻടേക്കിലാണ് ഞാൻ വന്നത്. ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റഡി, അതായത് നമ്മൾ ആദ്യം വന്നിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ നമുക്കൊരു ഷോക്ക് കാണുമല്ലോ. നമ്മളൊരു പുതിയൊരു കൾച്ചറിലാണ്, നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോഴത്തേക്ക് മോർണിംഗ് ടു ഈവനിങ് നമുക്ക് ക്ലാസ് കാണും, പിന്നെ നമ്മൾ പോകുന്നു, പിന്നെ വീക്കെൻഡ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഈവനിങ് പഠിക്കുന്നു. US-ലെയും വേറെ പുറത്തുള്ള വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസിലെ സിസ്റ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സിസ്റ്റമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ ലെക്ചേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, അവർ ഈ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ നമുക്ക് വായിച്ചു തരുന്ന ഒരു സെറ്റപ്പ് അല്ല. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചില പ്രോബ്ലംസിനൊക്കെ വേണ്ടി മാത്രമേ അവർ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ തന്നെ റിസർച്ച് ചെയ്ത് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന പ്രൊഫസേഴ്സാണ്. സോ ദേ ക്യാൻ ജസ്റ്റ് ടോക്ക് അബൌട്ട് all these subjects for hours on end. അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഈ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലെക്ചറും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷനെ കാണത്തുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് ബൈ പേജോ ചാപ്റ്റർ ബൈ ചാപ്റ്ററോ ഒന്നും ആയിരിക്കില്ല. പിന്നെ നമുക്ക് വരുന്നത് ഈ അസൈൻമെന്റ് ആണ്. ഈ അസൈൻമെന്റിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് കിളി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല അസൈൻമെന്റ്സും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റ് ലാബോ മാത്ത് കാഡോ അതേപോലത്തെ സോഫ്റ്റ്വെയർസ് വേണം. അതിൽ കുറച്ചൊരു ബേസിക് കോഡിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ്. കാരണം നമ്മുടെ പ്രോബ്ലംസ് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ല, അത് കോഡ് ചെയ്ത് അതിനെ മോഡൽ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് അതുമായി പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം എനിക്കൊരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല, നാട്ടിൽ കോഡിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നാട്ടിൽ കോഡിംഗ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് കുറച്ച് എളുപ്പമായിരുന്നേനെ. പക്ഷേ യൂട്യൂബും ഒക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ നോക്കി ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിൽ അത് ഒപ്പിച്ചെടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമേരിക്കയിലെ മാസ്റ്റേഴ്സിന് വരുന്നത് കൂടുതലും ആന്ധ്ര അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമാണ് കൂടുതൽ ആൾക്കാരും അമേരിക്കയിൽ മാസ്റ്റേഴ്സിന് വരുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ കാനഡയിൽ പോയി പഠിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ആന്ധ്രാക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ ഉടനെ അവർ നേരെ GRE ടോഫലും എഴുതി നേരെ അമേരിക്കയിൽ വരിക എന്നുള്ള സെറ്റപ്പാണ് അവരുടെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോയി. ഇത് ആന്ധ്രാപ്രദേശിൽ വന്നതാണോ എന്ന് തോന്നും നമുക്ക് പല യൂണിവേഴ്സിറ്റീസിലും പോകുമ്പോഴത്തേക്ക്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആന്ധ്രക്കാരാണ്. അപ്പോൾ അത്രയ്ക്കും തെലുങ്കന്മാരും ആന്ധ്രയിൽ നിന്നുള്ളവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നല്ലവരും ഉണ്ട്, എന്നാൽ അത്ര ഫ്രണ്ട്ലി അല്ലാത്തവരും ഉണ്ട്. സോ അത് നിങ്ങളത് മനസ്സിലാക്കുക. അത് എല്ലാവരും നമ്മൾ അക്സെപ്റ്റിംഗ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ നെറ്റ്വർക്കിനകത്ത് അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും, നല്ല ടിപ്സും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നമ്മളൊരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് അത്രമാത്രം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നോ നമ്മളോട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്നുമില്ല. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. മറ്റു ചിലർക്ക് ആ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്തത് ജോബ് പ്രോസ്പെക്ട്സ് ആണ്. അപ്പോൾ ജോബ് പ്രോസ്പെക്ട്സിൻ്റെ കാര്യം പറയും മുമ്പ്, നിങ്ങൾ ഈ പഠിക്കാൻ വരുന്നത് F1 എന്ന് പറയുന്ന ഒരു വിസയിലായിരിക്കും. ഞാൻ ആ വിസയുടെ ഭാഗം സ്കിപ്പ് ചെയ്തെങ്കിലും നമ്മൾ ഈ GRE എക്സാമൊക്കെ എഴുതി ടോഫലൊക്കെ എഴുതി ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമുക്കൊരു I-20 എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് അയച്ചു തരും. ഈ I-20 വെച്ചിട്ട് വേണം നമ്മൾ വിസ പ്രോസസ്സിങ് ചെയ്യാനായിട്ട്. നമ്മളൊരു അമേരിക്കൻ F1 അതായത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യും, ഓൺലൈൻ അപ്ലൈ ചെയ്ത്. ഞാൻ ചെന്നൈ എംബസിയിൽ പോയി ഒരു വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് വിസ അപ്രൂവൽ ഉണ്ടാവും. ഇതിനിടയ്ക്ക് എനിക്ക് സപ്ലി ഉണ്ടെങ്കിൽ വിസ അപ്രൂവ് ആവോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഭാഗ്യത്തിന് അവർ ചോദിച്ചില്ല, ഞാൻ പറയാനും പോയില്ല. ഈ ഒരു F1 വിസ കിട്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഈ F1 വിസയുടെ വാലിഡിറ്റി അവർ തരുന്നത്. നമ്മുടെ പ്രോഗ്രാം എന്നാണ് എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ഡേറ്റ്, അതുവരെ ആയിരിക്കും F1ന്റെ വാലിഡിറ്റി വരുന്നത്. പക്ഷേ ഈ F1 കഴിഞ്ഞിട്ട് OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു 12 month പീരീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ OPT വെച്ചിട്ട് നമുക്കിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. STEM ഡിഗ്രീസ് എടുക്കുന്നവർക്ക്, അതായത് എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഡിഗ്രീസ് എടുക്കുന്നവർക്ക് ഒരു 24 month OPT എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 1+2
ടോട്ടൽ 3 ഇയേഴ്സ് നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ഈ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് നിങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എംപ്ലോയേഴ്സിന് നമ്മൾ ഹയർ ചെയ്യാൻ ഒരു മടിയുണ്ട്. കാരണം ഈ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ H1B വിസയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഈ OPT വാലിഡ് ആയിരിക്കണമെങ്കിൽ നമുക്കൊരു ജോലി ഓഫർ വേണം, അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഗ്രാജുവേറ്റിംഗ് നമുക്ക് ഒരു ജോലി കിട്ടണം, എന്നാലേ ഈ OPT ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആവുമ്പോഴേ നമ്മൾ ഇന്റേൺഷിപ്പിനും ജോലിക്കും വേണ്ടി അന്വേഷിച്ച് തുടങ്ങുന്നതാണ് ബുദ്ധി. ഈ 60 ദിവസത്തിനുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ടില്ല, ഈ പഠിച്ച കാശും ലോണുമായിട്ട് നമുക്ക് തിരിച്ചു പോയി പിന്നെ ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമുക്ക് ജോലി കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ റിസ്ക് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് പലർക്കും അറിയില്ല. അപ്പോൾ ഒരു 60 ഡേ പീരീഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ 3 വർഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. പക്ഷേ ഈ 60 ഡേ പീരീഡിൽ ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിന്റെ വേറൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, അമേരിക്കൻ എംപ്ലോയേഴ്സിന് നമ്മളെ ഹയർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഇൻസെന്റീവ് ഒന്നും ഇല്ല. ആക്ച്വലി അവർക്കൊരു നെഗറ്റീവ് ഇൻസെന്റീവ് ആണുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ അവരെടുത്തു കഴിഞ്ഞാൽ ഈ OPT പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ H1B വിസ, അതായത് എംപ്ലോയർ സ്പോൺസേർഡ് വിസ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യണം. അതിനൊരുപാട് കാശ് ചിലവാകും. അത് മാത്രമല്ല, ഇപ്പോൾ H1B വിസ അല്ല, ഇപ്പോഴെന്നല്ല, നേരത്തെ തന്നെ H1B വിസ ലോട്ടറി ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഈ ലോട്ടറി നിങ്ങൾക്ക് വീഴണം എന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങളൊരു ഐവി ലീഗ് കോളേജിലൊക്കെ വരികയാണെങ്കിൽ പിന്നെയും ഈ എംപ്ലോയേഴ്സിന് കുറച്ചുകൂടെ ഒരു വിശ്വാസമുണ്ട്. കാരണം സ്റ്റാൻഫോർഡിലോ കാർണഗി മെല്ലണിലൊക്കെ. അപ്പോൾ ഈ ജോബ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ലിങ്ക്ഡിൻ വഴിയും നമുക്ക് അറിയാവുന്ന നെറ്റ്വർക്ക് വഴിയും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ഡിഫിക്കൽട്ട് ദീസ് ഡേയ്സ് ബിക്കോസ് ഓഫ് ദ ഇഷ്യൂസ് വിത്ത് വിസ സ്പോൺസർഷിപ്പ്. പിന്നെ ഉള്ളത് ഇതിന്റെ ഫിനാൻഷ്യൽസ് ആണ്. ഫിനാൻഷ്യൽസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഫീസ് എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് ഏകദേശം $7,000 to $8,000 ആയിരുന്നു ഒരു സെമസ്റ്ററിന് വേണ്ടിയ ഫീസ്. അതിന്റെ കൂടെ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത്, പാർട്ട് ടൈം ജോലി ശരിക്കും കാനഡയിലൊക്കെ ഇപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അപ് ടു 40 hours അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും സർപ്രൈസ് ആണ്. കാരണം നമ്മുടെ ഇവിടെ USA നമുക്ക് അപ് ടു 20 hours മാത്രമേ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും നമ്മുടെ ക്യാമ്പസിനകത്ത് ജോലി കണ്ടുപിടിക്കണം. ഇവിടെ കാനഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു മെക്ഡോണൾഡ്സിലോ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാം. പക്ഷേ US-ലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഗലി, ഞാൻ ഈ പറയുന്ന ലീഗലിയാണ്, ലീഗലി യു ക്യാൻ ഓൺലി വർക്ക് വിത്തിൻ ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നമ്മളൊരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പലരും ഇതല്ലാതെ പുറത്ത് ഗ്യാസ് സ്റ്റേഷനിലും അതും ഇതൊക്കെ ആയിട്ട് പോയി ജോലി ചെയ്യുന്നുണ്ട് US-ൽ. പക്ഷെ അത് കൂടുതലും സിറ്റീസിലാണ്, അത് മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ലെങ്കിൽ ഏർബൻ സിറ്റീസിലാണ് അത് നടക്കുന്നത്. കാൻസസ് പോലെ റൂറൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ അവസാനം ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിച്ചു. പിന്നെ ഈ പാർട്ട് ടൈം ജോലി കൂടാണ്ട് നമുക്ക് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫസറിന്റെ കൂടെ ഒരു TA അല്ലെങ്കിൽ RA ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. RA എന്ന് പറയുന്നത് റിസർച്ച് അസിസ്റ്റന്റ്ഷിപ്പാണ്. TA എന്ന് പറയുന്നത് ടീച്ചിങ് അസിസ്റ്റന്റ്ഷിപ്പാണ്. അപ്പോൾ ഈ RAയ്ക്കും TAയ്ക്കും സ്റ്റൈപ്പൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഒരു 1000 അല്ലെങ്കിൽ ഒരു $800 to $1,200 വരെ നിങ്ങൾക്ക് ഈ സ്റ്റൈപ്പൻഡ് വഴി കിട്ടാവുന്നതാണ്. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആണ്. നിങ്ങൾ നേരത്തെ ഈ പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ഈ RA TA ഓപ്പണിങ്സ് വരുമ്പോഴത്തേക്ക് അവരെ ഇംപ്രസ് ചെയ്ത് നമ്മൾ കയറി പറ്റണം. അപ്പോൾ അത് മറ്റൊരു ഓപ്ഷനാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ഇയർ എനിക്കൊരു RA കിട്ടി. അതുവഴി നമ്മുടെ ഫീസും കുറച്ച് സബ്സിഡൈസ്ഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റൈപ്പൻഡും കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ US-ൽ വരാൻ വേണ്ടി ഞാൻ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വുഡ് തിങ്ക് ട്വൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ജോബ് മാർക്കറ്റ് വളരെ ഡള്ളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ വിസ സ്പോൺസർ ചെയ്തൊരു എംപ്ലോയറെ നിങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി വളരെ വളരെ ഡിഫിക്കൽട്ടായി വരികയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ US-ൽ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പോൾ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് വളരെയധികം ഹൈ ആണ്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ആയ ഉടനെ ഞാനൊരു കോൺട്രാക്ടർ പൊസിഷനിലാണ് കയറിയത്. ഒരു മെഡിക്കൽ ഡിവൈസ് കമ്പനിയിൽ ഒരു എഞ്ചിനീയറിംഗ് റോളിൽ ഒരു കോൺട്രാക്ടറായിട്ട് ജോയിൻ ചെയ്തു. ബാച്ചലർ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ 2014 മാർച്ചിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ബാച്ചലർ 2 വർഷം ഞാൻ അതേപോലെ തന്നെ കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്തിട്ട് പിന്നീട് ഫൈസറിൽ ഒരു കോൺട്രാക്ടറായിട്ട് മൂവ് ചെയ്തു.
പിന്നീട് ഞാൻ അവിടെ ഫുൾ ടൈം എംപ്ലോയി ആയി മാറുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്പോൺസർഷിപ്പ് കിട്ടാത്തതിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആദ്യം ചിലപ്പോൾ കോൺട്രാക്ടർ റോൾസിലോട്ട് കയറേണ്ടി വരും. അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഫുൾ ടൈം അന്വേഷിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു ജോലി കിട്ടുക, നമ്മുടെ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കിട്ടുന്ന ആ കോൺട്രാക്ടർ റോളിൽ കയറിയിട്ട് പിന്നീട് നിങ്ങൾക്കൊരു ഫുൾ ടൈം ആയിട്ട് ഒന്നുകിൽ ആ കമ്പനിയിൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ പുറത്തൊരു ഫുൾ ടൈം ജോലി നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ 2014 ഞാൻ കയറിയിട്ട് ഞാനിപ്പോൾ ഇതുവരെ ഇപ്പോഴും ഞാൻ ഫൈസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫൈസറിൽ ഫുൾ ടൈം ആയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് എഞ്ചിനീയറിംഗ് റോളിൽ നിന്ന് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് റോളിലേക്ക് മാറി. പിന്നെ ആ പ്രോജക്ട് മാനേജ്മെന്റ് ടീമിൽ നിന്ന് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ടീമിലോട്ട് ഞാൻ മാറി. ഇപ്പോൾ ഞാനൊരു മാനേജർ ഓഫ് പ്രോജക്ട് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. ഫൈസറിന്റെ സ്മോൾ മോളിക്യൂൾ പോർട്ട്ഫോളിയോ, അതായത് നമ്മുടെ ഓറൽ ഡ്രഗ്സിന്റെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിലാണ്. മെഡിക്കൽ ഡിവൈസ് ആദ്യം ഞാൻ മെഡിക്കൽ ഡിവൈസിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഡ്രഗ് ഡെവലപ്മെന്റ് സൈഡിലെ ഒരു പോർട്ട്ഫോളിയോ മാനേജർ. അപ്പോൾ ഇതാണ് എൻ്റെ US-ലെ മാസ്റ്റേഴ്സ് ചെയ്ത എക്സ്പീരിയൻസ്. ഇതിൽ ഓബ്വിയസ്ലി ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു ഹൈ ലെവലായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജിമെയിൽ അഡ്രസ് ask.deepuvashok@gmail.com, ഒന്നുകൂടി പറയാം, ask.deepuvashok@gmail.com നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അയക്കാം. അതിനൊന്നെങ്കിൽ ഞാൻ റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മെസ്സേജ് ഞാൻ ഡയറക്റ്റ് റിപ്ലൈ ചെയ്യാം. കോമെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എന്നാൽ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.